ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണശേഷം ഞാനും അമ്മയും അനിയത്തിയും മാത്രമായിരുന്നു വീട്ടിൽ. ചേട്ടനുള്ളത് കോയമ്പത്തൂരിൽ ഒരു ബിസിനസ്സുമായി പോകുന്നു. ചേട്ടൻ അവിടെ സ്ഥിരതാമസമാക്കിയപ്പോൾ ഏട്ടത്തെയും കുട്ടിയെയും അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു വയസ്സായ ഒരു പെൺകുഞ്ഞാണ് അവർക്കുള്ളത്. അനിയത്തി +2 പഠിക്കുന്നു. പേര് മീര. പഠിക്കുന്ന കാര്യത്തിൽ ഞാനൊരു തോൽവിയായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാനൊരു കൂൾ ബാറിൽ ജോലിക്ക് കയറി. രാവിലെ 9 മണിക്ക് പോയാൽ വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു പോരാം. അത്രയും നേരമായിരുന്നു എൻ്റെ ഡ്യൂട്ടി സമയം. ബാക്കി സമയങ്ങളിൽ മുതലാളിയും മൂപ്പരുടെ മകനും നോക്കും. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ വീട് പാലക്കാട്, രാജ്യത്ത്. അതീവ സുന്ദരിയായ എൻ്റെ അമ്മ. അച്ഛനും ഒട്ടും മോശമല്ല കേട്ടോ. പക്ഷേ അമ്മയുടെ അത്രയും പൊക്കം അച്ഛനില്ലായിരുന്നു. എല്ലാവരോടും നല്ല പെരുമാറ്റവും അടുപ്പമായിരുന്നു അമ്മയ്ക്ക്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ അച്ഛൻ്റെ മരണം പെട്ടെന്നായിരുന്നു. അതോടെ അമ്മ ആകെ തളർന്നു. കൂടെ ഞങ്ങളും. കുറച്ച് സമയമെടുത്തു ഞങ്ങൾ അതിൽ നിന്നും പുറത്തു വരാൻ. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള സാമ്പത്തിക അവസ്ഥ വളരെ മോശമാകാൻ തുടങ്ങി. കോയമ്പത്തൂരിൽ താമസാക്കിയ ചേട്ടൻ ഒന്നും അഴിച്ചു തരാതെയായി. അമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകാനൊന്നും കഴിവില്ല. അച്ഛനുള്ളപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനൊരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൗണിലെ കട നടത്തുന്ന അച്ഛൻ്റെ കൂട്ടുകാരൻ ഗോപാലേട്ടൻ അമ്മയോട് എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഗോപാലേട്ടൻ ആളത്ര വെടിപ്പല്ല. എന്തായിരിക്കും അവർ സംസാരിക്കുന്നതെന്നറിയാൻ വേണ്ടി ഗോപാലേട്ടൻ പോയ ഉടനെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ ഗോപാലേട്ടൻ വന്നത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അത് നമ്മുടെ മുകളിലെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനാ, അമ്മ എന്നോട് പറഞ്ഞു. ഓ, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ, ഇല്ലെന്ന് പറഞ്ഞു. അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അവിടെ കാലിയായി കിടക്കല്ലേ, ആരെങ്കിലും വന്ന് താമസിച്ചാൽ വല്ലതും കിട്ടില്ലേ? അതൊക്കെ കിട്ടും, എന്നാലും അത് വേണോ? പിന്നെ നമുക്കതൊരു പണിയാകുമോ? എന്ത് പണി? ഇപ്പം എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കിടയ്ക്ക് കയറി നന്നാക്കുകയും വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് കയറി. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തായി അമ്മേ, വല്ലതും തീരുമാനിച്ചോ? ആ, ഞാൻ ആ ഗോപാലിന് ഒന്ന് വിളിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ചോദിച്ചു. അല്ല, കണ്ട കുടിയന്മാരെ ഒന്നും കൊണ്ടുവരണ്ട, നല്ല വല്ല ഫാമിലീസ് ഉണ്ടെങ്കിൽ മതിയെന്ന് പറയണം. ഓ അല്ലമ്മേ, അമ്മ ഗോപാലേട്ടനോട് വാടക എത്ര കിട്ടുമെന്ന് ചോദിച്ചോ? 4 or 5, അതിൽ കൂടുതൽ കിട്ടില്ലെന്ന് പറഞ്ഞു. അതായാലും മതിയായിരുന്നു അല്ലേടാ? ഇതെല്ലാം കേട്ടുകൊണ്ട് അനിയത്തിയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായി. അവൾ പണ്ടേ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ചോദിച്ചു, അമ്മേ ഗോപാലേട്ടനെ വിളിക്കുന്നില്ലേ? ആടാ വിളിക്കണം, കുറച്ച് കഴിയട്ടെ. അതെന്തിനാ കുറച്ച് കഴിയാൻ കാത്തു നിൽക്കുന്നേ? ഇപ്പോൾ തന്നെ വിളിച്ചൂടെ? ഈ രാവിലെ തന്നെയോ? അതൊന്നും ശരിയാകില്ല. അയാൾ എന്ത് വിചാരിക്കും? അയാൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ, അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട. അയാൾ അത്ര ശരിയല്ല. ഒന്ന് പോടാ. അച്ഛൻ്റെ കൂട്ടുകാരനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അയാൾ ഒരു പാവ, അമ്മ പറഞ്ഞു. അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാവുന്ന ഒന്നും അമ്മയ്ക്കറിയില്ല. അതെന്താടാ എനിക്കറിയാത്തെ? നിങ്ങളെക്കാളും 10-30 വയസ്സ് മൂത്തതാ ഞാൻ. വല്ലതും കഴിച്ച് ജോലിക്ക് പോവാൻ നോക്ക്, വലിയ വർത്താനം പറയാതെ. ആ, എന്തെങ്കിലും ആട്ടെ, വല്ലതും പറ്റിയിട്ട് എന്നോട് പറയരുത്. അതും പറഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. കടയിൽ നിന്നുമെല്ലാം എനിക്ക് വീട്ടിലെ ചിന്തയായിരുന്നു. ഗോപാലേട്ടൻ വീട്ടിൽ വന്ന് കാണുമോ, അവർ തമ്മിൽ വല്ലതും ഒപ്പിക്കുമോ എന്നോർത്ത് എൻ്റെ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോണെടുത്ത് ഞാൻ അമ്മയെ വിളിച്ചു. എത്ര ബെല്ലടിച്ചിട്ടും അമ്മ കോൾ എടുക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ആദ്യം കയറാൻ തുടങ്ങി. ഞാൻ വീണ്ടും വിളിച്ചു, അപ്പോഴും എടുക്കുന്നില്ല. വീട്ടിലോട്ട് പോയാലോ എന്ന് വെച്ചാൽ കടയിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ.
എന്തായാലും ഈ സമയം അമ്മ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയമാണ്. എൻ്റെ കോൾ കാണാതെ ഇരിക്കില്ല. വീണ്ടും കലി കയറി ഞാൻ വീണ്ടും വിളിച്ചു നോക്കി. പക്ഷേ എടുക്കുന്നില്ല. ദേഷ്യം പിടിച്ച് വെക്കാൻ പറ്റാതെ ഞാൻ കടയുടെ ഷട്ടറും വലിച്ചു താഴ്ത്തി വീട്ടിലേക്ക് തിരിച്ചു. നേരെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഗോപാലേട്ടൻ്റെ ബൈക്ക് നിൽക്കുന്നു. സകല ക്ഷമയും നശിച്ച് ഞാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. സ്റ്റെപ്പിൽ നോക്കുമ്പോൾ ഗോപാലേട്ടൻ്റെ ചെരുപ്പ് കിടക്കുന്നു. ഞാൻ നേരെ പോയി കതക് തുറന്നു നോക്കി. ലോക്ക് ചെയ്യാതെ കതക് അടച്ചു വച്ചിരിക്കുന്നു. ഞാൻ കതക് തുറന്ന് അകത്തേക്ക് കയറി. വീടിനകത്തു നിന്നും ഗോപാലേട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ വീടിന് മുകളിൽ നിന്നുമാണ് ആ സംസാരം കേൾക്കുന്നത്. വിറയ്ക്കുന്ന കാലുകളുമായി ഞാൻ പതിയെ മേലോട്ട് സ്റ്റെപ്പ് കയറി. രണ്ടുപേരും എന്തോ സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ അവരുടെ അടുത്തെത്തി. എന്നെ കണ്ട അമ്മ ഒന്ന് നെട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എങ്ങനെ അകത്ത് കയറിയെന്ന്. അത് പിന്നെ അമ്മ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അത് തുറന്ന് അകത്ത് കയറിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ലോക്ക് ചെയ്തതായിരുന്നല്ലോ. ഗോപാലേട്ടനോട് ഓരോന്ന് പറഞ്ഞ് അറിയാതെ കയറിപ്പോയി. അല്ല, നീ എന്താ ഈ നേരത്ത്? ജോലിയില്ലേ? അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല. അത് എനിക്ക് നല്ല തലവേദന, അതാ ഞാനിങ്ങ് പോകുന്നത്. ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അല്ലടാ, എന്തതിൻ്റെ അഭിപ്രായം? ഗോപാലേട്ടൻ എന്നോട് ചോദിച്ചു. എന്തഭിപ്രായം? ഞാൻ അയാളോട് ചോദിച്ചു. അല്ല, വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്കിപ്പോഴും പേടിയാ. ഓ, അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ഇവിടെ എന്തായാലും കാലിയായി കിടക്കല്ലേ, പിന്നെ ഒരു വരുമാനവും ആകുമല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും ആലോചിക്കണ്ട, ഞാൻ അവരെയും കൂട്ടിങ്ങ് വരാം. അതും പറഞ്ഞ് ഗോപാലേട്ടൻ ഇറങ്ങി. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിൽ ഒരു സമാധാനം തോന്നി. ഞാൻ വേഗം പോയി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. എന്നാലും അമ്മ എന്തിനാ അയാളെ വീട്ടിലേക്ക് കയറ്റിയത്? അമ്മയ്ക്ക് തീരെ ബോധമില്ലേ? ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു, അമ്മ എന്തിനാ അയാളെ അകത്തേക്ക് കയറ്റിയത്? അതും ഇവിടെ ആരില്ലാത്ത സമയത്ത്. ആരാടാ നിന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചു കയറ്റിയതാണെന്ന്? ഗോപാലേട്ടൻ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ, അല്ലാതെ ഞാൻ വിളിച്ച് കയറ്റിയതൊന്നും അല്ല, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് അയാളാണോ ഇവിടെ താമസിക്കാൻ വരുന്നത്? അയാൾ കയറി നോക്കാൻ താമസിക്കാൻ വരുന്നവരല്ലേ നോക്കേണ്ടത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അതല്ലടാ, ഒരു തമിഴനും ഫാമിലിക്കും വേണ്ടിയാ ഗോപാലേട്ടൻ വീട് നോക്കാൻ വന്നത്. അവർക്ക് ഫോട്ടോ കാണണമെന്ന്, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നതാ. എന്ത്? തമിഴനോ? അമ്മ എന്തിനാ അണ്ണന്മാർക്കൊക്കെ വീട് കൊടുക്കാൻ പോകുന്നത്? അത് വേണ്ട, തീരെ വൃത്തി ഉണ്ടാവില്ല അവർക്ക്. അല്ലടാ, ഗോപാലേട്ടൻ പറഞ്ഞു നല്ല വൃത്തിയൊക്കെയുള്ള ആൾക്കാരാണെന്ന്, അതാ ഞാൻ സമ്മതിച്ചത്. ആ, ഇനി എന്തെങ്കിലും ആകട്ടെ, ഞാൻ പോണ്. നീ എങ്ങോട്ട് പോണ്? ആ വിക്സ് എടുത്ത് തേച്ച് കുറച്ചു നേരം കിടന്നോ, ആ തലവേദന ഒന്ന് കുറഞ്ഞോട്ടേടാ. ആ, അതൊക്കെ മാറി, ഞാൻ പോവാണ്. ആ, പിന്നൊരു കാര്യം, ഇനി ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ അകത്തൂടെ കയറ്റണ്ട, മേലോട്ട് പുറത്തുള്ള സ്റ്റെപ്പ് വഴി കയറാൻ പറഞ്ഞാൽ മതി. അത് പിന്നെ കാണാൻ വെച്ചതൊന്നും അല്ലല്ലോ. അതും പറഞ്ഞ് ഞാൻ കടയിലേക്ക് പോയി. അങ്ങനെ 2 ദിവസം കടന്നുപോയി. അടുത്ത സൺഡേ എത്തി. ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ വരുന്നു ഒരു യൂബർ ടാക്സി. വീടിന് മുന്നിൽ നിർത്തി അതിൽ നിന്നും ഒരു തടിയുള്ള ഒരണ്ണനും കൂടെ അയാളുടെ ഭാര്യയും പിന്നെ മകളും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അണ്ണൻ യൂബറിന് പൈസ കൊടുക്കാൻ ഫോണെടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ ആ ചേച്ചിയും മകളും വീട്ടിലേക്കെല്ലാം കണ്ണോടിച്ച് പതിയെ നടന്നു വന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. എൻ്റെ ചിരി കണ്ട് അവരും എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നല്ല സുന്ദരി കൊച്ച്, നല്ല ഇളമഞ്ഞ ചുരിദാറും അതിൽ അലിഞ്ഞു കിടക്കുന്ന മുല്ലപ്പൂ ചൂടിയ മുടിയും തിളക്കമാർന്ന കണ്ണുകളും കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി അവളെ. മോനെ, അമ്മയില്ലേ? മകളുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ ചേച്ചിയുടെ ചോദ്യം. പെട്ടെന്ന് ഞാൻ ചേച്ചിയെ നോക്കി പറഞ്ഞു, ആ, അകത്തുണ്ട്, ഞാൻ വിളിക്കാമെന്ന്. ഞാൻ അതും പറഞ്ഞ് ചേച്ചിയൊന്ന് നോക്കി. മകളെക്കാളും ആൾ സുന്ദരി, എന്നാൽ മകളുടെ അത്ര കളറില്ല. പക്ഷേ ചിലതൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. എല്ലാം നല്ല ഭംഗിയായി പൊതിഞ്ഞ് ആർക്കും കൊടുക്കില്ലെന്ന മട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോഴേക്കും യൂബറിന് പൈസയും കൊടുത്ത് അണ്ണം വന്നു.
ഞാൻ വീട്ടിലേക്ക് കയറി അമ്മയും കൂട്ടി വന്നു. അമ്മ അവരെ വീട് കാണിക്കാൻ പുറത്തുള്ള സ്റ്റെപ്പിലേക്ക് നടന്നു. അമ്മേ, എന്താടാ? അമ്മേ, ഒന്നിങ്ങ് വന്നേ. എന്താടാ, എന്താ കാര്യം? ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ, നമുക്കവരെ അകത്തൂടെ വിളിക്കാം. ആദ്യമായിട്ട് വരുമ്പോൾ പുറകിലൂടെ കൊണ്ടുപോകുന്നത് മോശമല്ല അമ്മേ. ആഹാ, അപ്പോൾ നീയല്ലെന്ന് പറഞ്ഞത് ഇനി ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന്? അതല്ല അമ്മേ, ഇതിപ്പോൾ ആ സ്ത്രീയും മകളൊക്കെ ഉള്ളതല്ലേ, അവരെന്ത് വിചാരിക്കും? എന്നാ അകത്തൂടെ വിളിക്കാം. അതും പറഞ്ഞ് അമ്മ അവരെ കൂട്ടി മേലേക്ക് നടന്നു. മുന്നിലായ അമ്മയും അതിൻ്റെ തൊട്ടുപുറകിലായ അണ്ണനും അതിൻ്റെ ബാക്കിൽ ഭാര്യയും മകളും സ്റ്റെപ്പ് ഓരോന്നായി കയറി നടന്നു. അവരുടെ പിന്നിൽ ഞാനും. പിന്നിലായതുകൊണ്ട് തന്നെ എനിക്കെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയ അവർക്ക് റൂമുകളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. അമ്മയോടുള്ള അണ്ണൻ്റെ സംസാരവും നോട്ടവുമെല്ലാം എനിക്കത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അയാളുടെ മകളെ അമ്മയെ ഓർത്ത് ഞാനതങ്ങ് ക്ഷമിച്ചു. അങ്ങനെ സംസാരവും വീട് കാണലും കഴിഞ്ഞ് അവർ മടങ്ങി. അന്ന് വൈകുന്നേരം തന്നെ ഒരു ലോറി സാധനങ്ങളുമായി അണ്ണൻ 2 പേരുമായി വന്ന് പണി തുടങ്ങി. കൂടെ വന്ന 2 പേരും സാധനങ്ങളെല്ലാം ലോറിയിൽ നിന്നും ഇറക്കി മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ സമയവും അണ്ണൻ അമ്മയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. അമ്മയ്ക്കാണെങ്കിൽ ആരെങ്കിലും ആയാൽ മതി സംസാരിച്ച് നിൽക്കാൻ. അങ്ങനെ അന്ന് രാത്രി തന്നെ അവരെല്ലാം സെറ്റാക്കി. അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ അവർ പാല് കാച്ചി താമസം തുടങ്ങി. പിന്നീടുള്ള പോക്കും വരവുമെല്ലാം പിറകിലൂടെയുള്ള സ്റ്റെപ്പിലൂടെ ആയിരുന്നു. രാവിലെ കോളേജിൽ പോകുന്ന അണ്ണൻ്റെ മകളെ വായി നോക്കാൻ ഞാൻ പല്ലും തേച്ചുകൊണ്ട് എന്നും ആ സമയമാകുമ്പോൾ അവിടെ എത്തും. പക്ഷേ അവൾ എന്നെ ഒന്നും മൈൻഡ് ആക്കുകയും ചെയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ കണ്ടത്. അവളും ഒരു ചെക്കനും ബസ് സ്റ്റോപ്പിൽ സംസാരിച്ച് നിൽക്കുന്നത്. 2 പേരുടെയും സംസാരം കണ്ടാൽ അറിയാം അവർ ഇഷ്ടത്തിലാണെന്ന്. ഇനി അവളെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഞാൻ ആ നോട്ടം അങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ ഉദ്ദേശവും ആഗ്രഹവും അങ്ങ് മാറി. മകളെക്കാളും 10 ഇരട്ടി മഞ്ചുള്ള അവളുടെ അമ്മയിലായി. അണ്ണൻ ഹോൾസെയിൽ ചിപ്സ് കട ആയതുകൊണ്ട് തന്നെ അധികം വീട്ടിൽ കാണാറില്ല. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആ ചേച്ചി മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മകൾ ഒരു കവറുമായി മേലേക്ക് കയറി പോകുന്നുണ്ട്. എന്നെ കണ്ട ചേച്ചി ചോദിച്ചു, ജോലി കഴിഞ്ഞ് വരികയാണോ? ആ അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ 2 ആളും ഒരേപോലെ ഇരിക്കുന്നു. ആ ചേച്ചിക്ക് അമ്മയെക്കാളും വയസ്സ് കുറവാണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ അളവിലുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഇടയിൽ നിന്നും പതുക്കെ വീട്ടിലേക്ക് പോയി സിറ്റ് ഔട്ടിലിരുന്നു. അവർ 2 പേരും എന്തൊക്കെ അവിടെ നിന്നും സംസാരിക്കുന്നുണ്ടായി. വെറുതെ അല്ല ആ അണ്ണനും ഗോപാലേട്ടനും ഇങ്ങനെ നോക്കുന്നത്, അതിന് മാത്രമുണ്ടല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നും വന്ന അനിയത്തി എന്നോടായി പറഞ്ഞു, എന്താ മോനെ വന്ന പാടെ ഇവിടെ ഇരുന്ന് ഒരു മീൻ പിടുത്തം? അവൾ അത് പറഞ്ഞത് കേട്ട് ഞാനാകെ നെട്ടിപ്പോയി. എന്ത് മീൻ പിടുത്തം? ഞാൻ ചുമ്മാ ഒന്ന് കാറ്റുകൊള്ളായിരുന്നതാ. അവളോട് ഞാൻ പറഞ്ഞു, മോനെ നീ എന്നോട് ഷോയൊന്നും ഇറക്കണ്ട. ഞാനിപ്പോൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അയ്യടാ, ഒരു വലിയ കുട്ടി വന്നിരിക്കുന്നു, ഒന്ന് പൊക്കെ, ഓരോന്നും പറഞ്ഞ് ഉണ്ടാക്കാതെ. എടാ നീ വല്ലാതെ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. രാവിലെ പല്ല് തേക്കാനെന്നും പറഞ്ഞ് പത്രവുമായി പുറത്ത് ആ പെണ്ണിനെ നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഒന്ന് പോടി, നിന്നോട് ആര് പറഞ്ഞു അവളെ കാണാനാണെന്ന്? എനിക്ക് പല്ലും തേക്കണ്ടേ? എൻ്റെ മോനെ, അവർ വരുന്നതിന് മുമ്പ് എവിടെ നിന്നാ പല്ല് തേച്ചിരുന്നത്? അല്ല, പല്ല് തേക്കാർ പോലും ഉണ്ടായിരുന്നോ ആവോ? ഒന്ന് പോടി, ഓരോന്ന് പറഞ്ഞൊപ്പിക്കാതെ. ആ, ഞാനൊപ്പിക്കുന്നൊന്നുമില്ല. ചേട്ടൻ ഇവിടെ ഇരുന്ന് ഒപ്പിക്കണ്ട. ആ അണ്ണന് നല്ല മസില, എടുത്ത് തുണി പിഴിഞ്ഞെടുക്കുന്ന പോലെ എടുക്കും. സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പതിയെ സൈക്കിളിൽ നിന്ന് വീണ് ചിരിയും ചിരിച്ച് വീട്ടിലേക്ക് കയറി. പക്ഷേ റൂമിലെത്തിയിട്ടും ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. പിടിവിട്ട ഞാൻ ആ കാഴ്ചകൾ വീണ്ടും ഒന്ന് ഓർത്തെടുത്ത് അങ്ങ് ആഞ്ഞു വിട്ടു. പക്ഷേ കണ്ണിലുണ്ടായിരുന്നത് ഒരാളുടെ അല്ലായിരുന്നു, 2 പേരുടെയും ഉണ്ടായിരുന്നല്ലോ. ആ 2ാമത്തെ ആൾ എൻ്റെ സ്വന്തം അമ്മയാണല്ലോ.
ഞാനൊന്ന് വിറച്ചു. എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ നേരെ റൂമിലെ ചെയറിലിരുന്നു. പുറത്തുനിന്ന് അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ടായി. ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ വീണ്ടും കുറച്ചു നേരം ഇരുന്നു. ഇത്രയും കാലമില്ലാത്ത പുതിയൊരു അനുഭവമായിരുന്നു എനിക്കപ്പോൾ കിട്ടിയത്. വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ഫുഡ് കഴിക്കുന്ന അനിയത്തിയുടെ അടുത്ത് പോയിരുന്ന് ഞാനും കഴിക്കാൻ ആരംഭിച്ചു. തൊട്ടടുത്ത് അമ്മ എന്തോ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിരുന്ന് കഴിച്ചു. അനിയത്തിയുടെ വീക്ഷണം ഞാൻ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവൾ എന്ത് വിചാരിച്ച് കാണും എന്നതായി എൻ്റെ അടുത്ത ടെൻഷൻ. എന്തായാലും ഒരു കാര്യം ഞാൻ വിചാരിച്ചു, ഇനി ആവക ചിന്തയൊന്നും വേണ്ട, അവസാനം എല്ലാം പ്രശ്നമാകുമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. ഞാൻ വേഗം ഫോണെടുത്ത് അമ്മയ്ക്ക് വിളിച്ചു. ഹലോ അമ്മേ, ഇതെവിടെ പോയതാ? വീട് പൂട്ടിയിട്ടുണ്ടല്ലോ. എടാ, മീരക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല പനിയും ഛർദിലും. ഞാനൊരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാ. ആണോ? ഏത് ഹോസ്പിറ്റലാണ് പോയത്? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. ഏയ്, അതൊന്നും വേണ്ടടാ. ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഞങ്ങളിപ്പോൾ വരാം. നീ ചുമ്മാ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ വീട്ടിലുണ്ടാകും. അതും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അങ്ങനെ ബോറടിച്ച് വീടിൻ്റെ സ്റ്റെപ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് മുറ്റത്തോട്ട് ഒരു സ്കൂട്ടറിൽ ഒരു പെൺകുട്ടി വന്ന് നിന്നു. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ആരാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്നെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനും അതുപോലൊരു ചിരി അങ്ങോട്ടും കൊടുത്തു. പെട്ടെന്ന് വീടിൻ്റെ മുകളിലേക്ക് നോക്കി 2 ഹോൺ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടുള്ളതാണെന്ന്. ആ, ദാ വരുന്നു എന്നൊരു സൗണ്ട് മുകളിൽ നിന്നും ഞാൻ കേട്ടു. അടുത്ത നിമിഷം തന്നെ കയ്യിൽ ഒരു കുഞ്ഞു ബാഗുമായി മീര ഓടി വന്ന് ആ ബൈക്കിൽ കയറിപ്പോയി. ഞാൻ അവിടെ പോത്തുപോലെ നിന്നിട്ടും എന്നെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല അവൾ. അങ്ങനെ ഞാൻ അവിടെ വീണ്ടും ഇരുന്നു. കുറച്ചു നേരം ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ചേച്ചി ഇപ്പോൾ മുകളിൽ ഒറ്റയ്ക്കായിരിക്കും, ചുമ്മാ ഒന്ന് പോയി നോക്കിയാലോ എന്ന്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പതിയെ സ്റ്റെപ്പിലേക്ക് നടന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അമ്മ വരുമ്പോൾ എന്നെ അങ്ങനെ മുകളിൽ കണ്ടാൽ എന്ത് വിചാരിക്കും? വേണ്ട, അത് ശരിയാകില്ല. മേലേക്ക് ഇനി കയറണ്ട. അങ്ങനെ മേലിട്ട് കയറി ഞാൻ പതിയെ താഴേക്ക് നടന്നു. താഴെ നിന്ന് നോക്കിയാൽ ചേച്ചി കാണാൻ പറ്റുന്ന സ്ഥലത്ത് പോയി നിന്ന് ഞാൻ ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഞാൻ മുറ്റത്ത് നിൽക്കുന്നത് ചേച്ചി കണ്ടു. എന്നെ കണ്ട ഉടനെ ചേച്ചി താഴേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, എന്തായി, അമ്മ വന്നില്ലേ? ഇല്ല. ഓ, അല്ല, അനിയത്തിക്ക് കുറവുണ്ടോ? അറിയില്ല, ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനും കൂടി വരാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാ, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. ആ, അത് സാരില്ല. അല്ല, നീ എന്തെങ്കിലും കഴിച്ചോ? അവർ ചോദിച്ചു. ഇല്ല, കഴിക്കണം, അവരൊന്ന് വന്നോട്ടെ. അവരിനി ഡോക്ടറെ കണ്ട് എപ്പോൾ വരാനാ? നീ വാ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വാ എന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. പെട്ടെന്നുള്ള ആ പിടുത്തത്തിൽ ഞാനാകെ വല്ലാണ്ടായിപ്പോയി. അങ്ങനെ എനിക്ക് വേണ്ടി ചേച്ചി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കൂടെ കഴിക്കാൻ കുറച്ച് ചിപ്സും. ഞാൻ മടിയൊന്നും കാണിക്കാതെ ചായയും ചിപ്സും കഴിക്കാൻ തുടങ്ങി. ടി വിയിൽ ഒരു തമിഴ് സോങ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓവറാണ് ആ പാട്ടിലെ സീനുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അതിലേക്ക് നോക്കാതെ നല്ല പിള്ള ചമഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചി ഒരു മടിയും കൂടാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. എനിക്കൊരു സംശയം തോന്നി, ഇനി ചിലപ്പോൾ എന്നെ വളക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന്. ഏകദേശം ആ പാട്ട് തീരാറായി. ലാസ്റ്റ് സീനുകളെല്ലാം വളരെ കടുപ്പമുള്ളതായിരുന്നു. അല്ല, ഞാനെന്തിനാ ഇത് നോക്കാതിരിക്കുന്നേ? ഞാനൊരാണല്ലേ, ചേച്ചിക്കില്ലാത്ത പേടി എന്തിനാ എനിക്ക്? അതുകൊണ്ട് തന്നെ ഞാനെല്ലാം നല്ലോണം കണ്ട് ആസ്വദിക്കുന്ന പോലെ അഭിനയിച്ചു. അത് കണ്ട് ചേച്ചി എന്നോട് എന്താന്ന് ചോദിച്ചു. തമിഴായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചു,
എന്താ ഇപ്പം മലയാളത്തിൽ പറയാത്തത്? ഇത്രയും നേരം മലയാളത്തിലാണല്ലോ സംസാരിച്ചത്. ഇപ്പോൾ എന്ത് പറ്റിയെന്ന്? അപ്പോൾ നിനക്ക് തമിഴ് അറിയില്ലേ എന്ന് ചേച്ചി എന്നോട് ചോദിച്ചു. ആ, കുറച്ചൊക്കെ അറിയാം. പക്ഷേ ചേച്ചി ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഓ, അതോ? അതൊന്നുമില്ല. എനിക്ക് ഈ സോങ് ரொம்ப പിടിക്കും. ഉനക്ക് പിടിക്കുമാ എന്ന് ചോദിച്ചതാ. സോങ് എല്ലാം പിടിക്കും. പക്ഷേ ഈ സീനുകളൊക്കെ കുറച്ച് ഓവറല്ലേ? അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റാറില്ല. ഓ, അങ്ങനെയാണോ? എനിക്ക് സോങ്ങും പിടിക്കും, അതിലെ സീനുകളും പിടിക്കും. പക്ഷേ മോളുണ്ടാകുമ്പോൾ ഞാൻ വെക്കാറില്ല, ചേച്ചി പറഞ്ഞു. അതെന്താ, മോൾക്ക് ഇഷ്ടമല്ലേ? ഒന്ന് പോടാ. എന്നിട്ട് വേണം അവളതൊക്കെ കണ്ട് ചീത്താകാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മോള് ചീത്ത ആയിട്ടില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ല, ഇതൊന്നും കണ്ട് ചേച്ചിക്ക് കുഴപ്പമില്ലേ? എനിക്കെന്ത് കുഴപ്പം? എൻ്റേതൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ? പണ്ടല്ലേ ഇതൊക്കെ ഒരു രസം. ഇപ്പോൾ പിന്നെ എല്ലാം ഒരു നേരം പോക്ക്. അതും പറഞ്ഞ് ചേച്ചി ഒരു പുച്ഛഭാവത്തിലിരുന്നു. ടി വിയിൽ അടുത്ത സോങ് വന്നു. അത് വിജയുടെ ഖുഷി എന്ന പടത്തിലെ ഒരടിപൊളി സോങ് ആയിരുന്നു. ആ സോങ്ങിൻ്റെ വരികളെല്ലാം കുറച്ച് കുഴപ്പം പിടിച്ചതായിരുന്നു. കേട്ടവർക്ക് അറിയാൻ പറ്റും. ചേച്ചി വേഗം റിമോട്ട് എടുത്ത് വോളിയം കുറച്ച് ചേച്ചി എന്നോട് പറഞ്ഞു. ഇതെന്താടാ, നീ വളർന്നപ്പോഴെല്ലാം ഇങ്ങനെയുള്ള പാട്ടുകൾ മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട്? അത് കേട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഞാൻ ഒച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് ചേച്ചിയും ചിരിക്കാൻ തുടങ്ങി. പാട്ടിലെ ഓരോ വരികൾ എൻ്റെ കാതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വരികളും ചേച്ചിയുടെ ആ ചിരിയും എന്നെ കൂടുതൽ മോഹം നിറച്ചു. പെട്ടെന്ന് പുറത്തു നിന്ന് ഒരോട്ടോയുടെ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ വേഗം കയ്യിലുള്ള ചായക്കപ്പ് ടേബിളിൽ വെച്ച് പുറത്ത് വന്ന് നോക്കി. അമ്മ അനിയത്തിയുടെ കൈയും പിടിച്ച് ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നു. ഞാൻ വേഗം താഴേക്കിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചെല്ലുന്നത് കണ്ട് വയ്യാതിരുന്നിട്ടും അനിയത്തി എന്നെ ഒരു സംശയം എന്നോട് നോക്കുന്നുണ്ടായിരുന്നു. നീ ഇതെവിടെയായിരുന്നു? എന്നെ കണ്ട ഉടനെ അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അനിയത്തി വീണ്ടും എന്നെ ഒന്ന് നോക്കി. അവൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ട്. പക്ഷേ വാ തുറക്കാൻ പോലും വയ്യാത്തതുകൊണ്ട് അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഒരു 10 മണിയായപ്പോൾ അനിയത്തി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മ ആകെ പേടിച്ചു. ഒന്നോടെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനം. അങ്ങനെ എനിക്കറിയാവുന്നൊരു ഓട്ടോ ചേട്ടൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. പക്ഷേ ആ ചേട്ടൻ കോൾ എടുക്കുന്നുണ്ടായില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. വേറെ 1-2 നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ടും ഇത് തന്നെ അവസ്ഥ. അവസാനം ഞാനും അമ്മയും അനിയത്തിയും കൂടി വീടിൻ്റെ പുറത്തേക്കിറങ്ങി. മുകളിൽ നിന്നും ഇത് കണ്ട് അണ്ണനും ചേച്ചിയും താഴേക്കിറങ്ങിയൊന്ന് ചോദിച്ചു. എന്താ, ഇപ്പോഴും കുറവില്ലേ? ഇല്ല, നല്ല ഛർദിലും ക്ഷീണവുമുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുക. പക്ഷേ ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല, അമ്മ അവരോട് പറഞ്ഞു. ഇത് കേട്ട അണ്ണൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാറുണ്ട്, ഞാൻ പോയി അതെടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ അണ്ണൻ അണ്ണൻ്റെ ബൈക്കും എടുത്ത് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. വയ്യാതെ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന അനിയത്തിയും തൊട്ടടുത്തായി നൈറ്റ് ഇടുന്ന ഒരു നൈസ് മാക്സി ഇട്ട ചേച്ചിയും. അനിയത്തി കാണുന്നില്ലെന്ന് മനസ്സിലാക്കി ഞാൻ ആ നിലാവെളിച്ചത്തിൽ പലതും കാണാനിടയായി. അതിൽ പലതും അണ്ണൻ നല്ലോണം ഉടച്ച് ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. അനിയത്തി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. അമ്മ അവളെ പിടിച്ച് പുറം തടവിക്കൊണ്ടിരുന്നു. ചേച്ചി വെള്ളമെടുക്കാനായി വീട്ടിലേക്ക് ഓടി. അനിയത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഞാനൊന്ന് നോക്കി. എല്ലാം കൊണ്ടും ചേച്ചിയേക്കാൾ മികച്ചു നിൽക്കുന്നു. ഉള്ളെന്നറിയാതെ പിടച്ചു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത മാറ്റി. അപ്പോഴേക്കും അണ്ണൻ കാറുമായി വന്നു. ഞാനും അമ്മയും അനിയത്തിയും കൂടി അണ്ണൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിയിലെല്ലാം അണ്ണൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ആളൊരു പക്ക ഡീസൻറ്റ് തമിഴനാണെങ്കിലും നല്ല പതിഞ്ഞ സംസാരവും അമ്മയും എന്നെയും ഇടയ്ക്കിടയ്ക്ക് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഞാൻ പെട്ടെന്ന് സൈഡ് മിററിലേക്ക് നോക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ നാണഭാവത്തിലിരിക്കുന്നു. ഇതിന് മാത്രം നാണിക്കാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്നറിയാൻ ഞാൻ പതിയെ അമ്മയെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ അണ്ണനെ നോക്കി. അണ്ണൻ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലെ മിററിലേക്ക് നോക്കുന്നു.
അമ്മ നാണിക്കാൻ മാത്രം. ഞാൻ അറിയാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാൻ ഞാൻ രണ്ടുപേരെയും വാച്ച് ചെയ്യാൻ തുടങ്ങി. ഛർദ്ദിച്ച് ക്ഷീണത്തിൽ കിടക്കുന്ന അനിയത്തെ പോലും അമ്മ മറന്ന മട്ടായിരുന്നു അമ്മയുടെ അപ്പോഴത്തെ ഇരിപ്പിന്. ആ അണ്ണൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ അമ്മ ഇത്രയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അമ്മ അതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ഞാനും അമ്മയും അനിയത്തിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നടന്നു, കൂടെ അണ്ണനും. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിയെ ട്രിപ്പിട്ട് കിടത്തി. ഞങ്ങൾ അവളുടെ കൂടെ ഇരുന്നു. അണ്ണൻ എന്നോട് ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങി. ഞാനും ഒട്ടും മടി കാണിക്കാതെ എല്ലാത്തിനും മറുപടി കൊടുത്തു. കൂടുതൽ അച്ഛൻ്റെ കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. ആ സമയം അമ്മ അനിയത്തിയുടെ അടുത്തിരുന്ന് അവളുമായി ഓരോന്ന് സംസാരിക്കുന്നുണ്ടായി. നൈറ്റ് ഡ്യൂട്ടിക്കുള്ള 4-5 സുന്ദരികളായ നഴ്സുമാർ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം സ്കാൻ ചെയ്ത് അണ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ വന്ന് എൻ്റെ പുറകിൽ തട്ടി. ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ കൂടെ പഠിച്ച ആദിൽ. എന്താടാ, എന്തു പറ്റി? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ അനിയത്തിയുടെ കാര്യമെല്ലാം അവനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് സംസാരം തുടങ്ങിയതും അണ്ണൻ പതിയെ എൻ്റെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്തേക്ക് പോയി. അവനോട് സംസാരിക്കുകയാണെങ്കിലും ഞാനിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയ അനിയത്തിയുടെ അടുത്ത് നിന്ന് അമ്മ അണ്ണൻ വരുന്നത് കണ്ട് അണ്ണനോട് സംസാരിക്കാൻ സാരിയെല്ലാം നേരെയാക്കി ഒരുങ്ങി. ഞാനൊരു മകൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന വിചാരം പോലും അമ്മയ്ക്ക് ഉണ്ടായില്ല. കൈകൊണ്ടും കാലുകൊണ്ടും മതി മറന്ന് അമ്മ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അണ്ണൻ്റെ നോട്ടവും ഭാവവുമെല്ലാം അതിർവിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ഇതെല്ലാം അറിഞ്ഞും കണ്ടുകൊണ്ടും അമ്മ അതിൽ ലയിച്ചു പോയിട്ടുണ്ടായി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയെ ഇങ്ങനൊരു ഭാവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉള്ളിലടക്കി വെച്ച് ജീവിക്കായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. ഗോപാലേട്ടനോട് പോലും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയും സുന്ദരിയായ എൻ്റെ അമ്മയെ അങ്ങനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഇനി അവരെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിട്ടാൽ ശരിയാകില്ല. ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ വരുന്നത് കണ്ട് രണ്ടുപേരുടെ മുഖം അങ്ങ് വാടി. അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഞാൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ അണ്ണൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനും നോക്കാനും നിന്നില്ല. പക്ഷെ അപ്പോഴും അമ്മയ്ക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അനിയത്തിയുടെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. പിറകെ മരുന്ന് പൊതിയുമായി അമ്മയും. അണ്ണൻ കാറിലിരുന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നറിയാത്ത മട്ടിൽ ഞാൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് കയറി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പോയി കിടന്നു. എന്തായിരിക്കും ആ അണ്ണന് അമ്മയോട് ഇത്ര ആഗ്രഹം? അയാൾക്ക് എന്തിനും കൊള്ളാവുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ, എന്നിട്ടും അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കട്ടിലിൽ കിടന്ന് ആലോചിച്ച് കൂട്ടി. പിന്നെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? കുറേ ആയില്ലേ ആ വണ്ടി ഓടിക്കുന്നു. ചിലപ്പോൾ മടുത്ത് കാണും. അങ്ങനെ പലതും ആലോചിച്ച് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഞാൻ കണ്ടത് അമ്മ മുറ്റത്തിരുന്ന് കീറൊരു മാക്സി തുന്നുന്നതാണ്. സാധാരണ ഇങ്ങനെ വല്ലതും തുന്നുകയാണെങ്കിൽ റൂമിലോ ഹോളിലിരുന്നോ ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ അണ്ണൻ്റെ ബൈക്ക് പുറത്ത് നിൽക്കുന്നു. അണ്ണൻ കടയിൽ പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മ അയാൾ വരുന്നത് നോക്കി ഇരിക്കുകയാണെന്നും മനസ്സിലായി. അമ്മ എന്താ എവിടെ നിന്ന് തയ്ക്കുന്നത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അത് പിന്നെ അകത്ത് നല്ല ചൂടാടാ, അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് ഫാൻ ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലിരുന്നാൽ പോരെ? ആ അത് പിന്നെ ചെറിയൊരു തലവേദന, അതാ ഞാൻ. അമ്മ പതറിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോയി വലുതും കഴിക്കാന്താ, എനിക്ക് ജോലിക്ക് പോകണ്ടേ? അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടടാ, പോയെടുത്ത് കഴിച്ചോ. കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് അടച്ചു വെച്ചേക്ക്. അല്ല, മീരൊക്കെ എങ്ങനെയുണ്ട്? അവള് വല്ലതും കഴിച്ചോ?
ഞാൻ ചോദിച്ചു. അറിയില്ലടാ, ബാത്റൂമിൽ പോകുന്നത് കണ്ടായിരുന്നു. നീ ഒന്ന് നോക്ക്, അവൾ കിടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറ. ഇതെല്ലാം പറയുമ്പോഴും അമ്മയുടെ കണ്ണ് സിറ്റൗട്ടിലേക്കായിരുന്നു. അണ്ണൻ എന്ത് മന്ത്രവാദം ചെയ്തിട്ടാണെന്നാവോ അമ്മ ഇത്രയും പെട്ടെന്ന് വീണത്. അതും മനസ്സിൽ പറഞ്ഞ് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് ചെന്നു. ഫോണിൽ ആരോ വീഡിയോ കോൾ ചെയ്ത് കരയുകയാണ് അവൾ. എന്താടി, എന്താ പ്രശ്നം? ഞാൻ അവളോട് ചോദിച്ചു. പെട്ടെന്ന് എന്നെ കണ്ട അവൾ ആകെ ഞെട്ടി. വീഡിയോ കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ഏയ് ഒന്നുമില്ല, അവൾ പറഞ്ഞു. ഒന്നുമില്ലെന്നോ? പിന്നെ നീ എന്തിനാ കരഞ്ഞത്? ആ അത് പിന്നെ ഏട്ടാ, പനിയായതുകൊണ്ട് ഭയങ്കര തലവേദന, അതുകൊണ്ടാ. അതുകൊണ്ടാണോ മോള് വീഡിയോ കോളും ചെയ്ത് കരയുന്നത്? മര്യാദക്ക് പറഞ്ഞോ, ആരാ ആ വീഡിയോ കോളിൽ? അതാരുമില്ല ഏട്ടാ, എൻ്റെ ഒരു കൂട്ടുകാരിയാ. ഏട്ടൻ പൊക്കോ, ഞാനൊന്ന് ഉറങ്ങട്ടെ. നിന്നെ ഉറക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്മയോട് പറയും. അയ്യോ ഏട്ടാ വേണ്ട, ഞാൻ പറയാം. എന്നാ പറ, ആരാവൻ? എന്തിനാ നീ കരഞ്ഞത്? അത് പിന്നെ ഏട്ടൻ അമ്മയോട് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്നാ ഞാൻ പറയാം. ശരി, ഞാനൊന്നും പറയുന്നില്ല, നീ കാര്യം പറ. ഏട്ടാ, അത് ഞാൻ സംസാരിച്ചത് എൻ്റെ ലവറായിട്ടാണ്. ലവറോ? അതൊക്കെ എപ്പോൾ? ഇതിനിടയിൽ ഇങ്ങനൊരു ലൈൻ നീ വലിക്കുന്നുണ്ടായിരുന്നോ? എവിടെ ഉള്ളവനവൻ? എനിക്കൊന്ന് അറിയണമല്ലോ അവനെപ്പറ്റി. അതേട്ടാ, എൻ്റെ കൂടെ പഠിക്കുന്നവനാ. ഓ, കൂടെ പഠിക്കുന്നവനാണോ? ആട്ടെ, അപ്പോൾ നീ എന്തിനാ കിടന്ന് മോങ്ങിക്കൊണ്ടിരുന്നത്? അയ്യോ അതൊന്നുമില്ല, അത് ഞാൻ ചുമ്മാ വെറുതെ. വെറുതെയോ? ചുമ്മാ നുണ പറയല്ലേ, സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ അമ്മയോട് പറയില്ലെന്ന് സത്യമിടണം. എന്നാ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോടും പറയില്ലെന്ന്. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ, നീ പറയുന്നുണ്ടെങ്കിൽ പറ. അത് പിന്നെ ഏട്ടാ, ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഇല്ലേ, അന്ന് ഞങ്ങളൊന്ന് കൂടിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്നലെ മുതൽ നല്ല വയറുവേദനയും ഛർദിലും. എനിക്കാകെ പേടി തോന്നുന്നു. അവളത് പറഞ്ഞതും അത് കേട്ട് എൻ്റെ തല കറങ്ങാൻ തുടങ്ങി. വായിലെ വെള്ളം പറ്റി. ഞാനാകെ നിന്ന് വിയർത്തു. എന്താണ് നീ പറയുന്നത്? നിനക്കൊന്നും ഒരു ബോധമില്ലേ? കൊടുത്തിട്ട് വന്നേക്കുന്നു മനുഷ്യനെ നാണം കെടുത്താൻ. ഇല്ല ചേട്ടാ, ആരും അറിയുന്നില്ല. അവനും ആരോടും പറയില്ല. ചേട്ടനത് അമ്മയോട് പറയരുത് പ്ലീസ്. എടി, നീ എന്ത് തേങ്ങയായി പറയുന്നത്? കുട്ടി വല്ലതും ഉണ്ടായ എന്ത് ചെയ്യും? അമ്മയും മോളും കൊള്ളാം. ഒരാൾ അവിടെ പുറത്തിരുന്ന് ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നു, നീ ഇവിടെ വയറും നീർച്ച് വന്നേക്കുന്നു. ഓഫ്, എനിക്കൊന്നും വയ്യ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എങ്ങോട്ടെങ്കിലും പോവാ. ചേട്ടാ പ്ലീസ്, ദേഷ്യപ്പെടല്ലേ, എനിക്ക് പേടിയാവുന്നു. അല്ല, ഇതെന്ന് തുടങ്ങിയ പരിപാടിയാ? നിനക്ക് ഇത് തന്നെയായിരുന്നോ പരിപാടി? ഇല്ല ചേട്ടാ, ഞങ്ങളാകെ ഒരു തവണയേ നോക്കിയിട്ടുള്ളൂ, അതിപ്പോൾ ഇങ്ങനെയുമായി. അതിന് നീ എന്തിനാ കരഞ്ഞ് അവൻ്റെ കാല് പിടിച്ചത്? അവൻ ഇപ്പോൾ എന്താ പറയുന്നേ? അത് പിന്നെ ഏട്ടാ. എന്താടി, ഇങ്ങോട്ട് പറ. അത് അവൻ പറയാ, വല്ലതും ഉണ്ടെങ്കിൽ അതവൻ്റെ അല്ലെന്ന്. അവൻ്റെ അല്ലെന്നോ? അവൻ്റെ അല്ലാതെ പിന്നെ ആരുടെയാ? എങ്ങനെയുണ്ടിപ്പോൾ? അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അവൻ തേച്ചില്ലേ? ഇതാണ് പറയുന്നത്. മുതിർന്നവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണമെന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അതല്ല ഏട്ടാ, ഞാനും എൻ്റെ ബെസ്റ്റിയും ഒരാഴ്ച മുമ്പ് ഒന്ന് കറങ്ങാൻ പോയിരുന്നു. അവൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒപ്പിച്ചതാണിതെന്ന്. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഇത് തന്നെയാണോ പണി? സത്യം പറ, നീ എത്ര പേരുടെ കൂടെ കറങ്ങി നടന്നിട്ടുണ്ട്? ചേട്ടാ, അത് പിന്നെ ഞാൻ അവൻ വിളിച്ചപ്പോൾ ഒന്ന് പോയതാ. അല്ല, നീ ആര് വിളിച്ചാലും പോകുമോ? ഇല്ല ചേട്ടാ, അത് പിന്നെ അവൻ്റെ പെണ്ണ് അവനെ തേച്ചു. ആ സങ്കടം മാറ്റാൻ അവനെന്നെ കറങ്ങാൻ വിളിച്ചു, അപ്പോൾ ഒന്ന് പോയതാ. എന്നിട്ടിപ്പോൾ നല്ലോണം കറങ്ങിയില്ലേ? ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ചേട്ടാ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് ആകെ പേടിയാകുന്നു.
നിനക്കെല്ലാത്തിനും നിന്നു കൊടുക്കുമ്പോൾ ഈ പേടിയില്ലായിരുന്നോടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ചേട്ടാ പ്ലീസ്, ചേട്ടന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ചേട്ടൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുമോ പ്ലീസ്? എന്ത് സഹായം? ഞാൻ അവളോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടൻ ആരെങ്കിലുമായി വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം. ഓ അങ്ങനെ. തൽക്കാലം എനിക്കിപ്പോൾ നിൻ്റെ സഹായമൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം. അല്ല, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? അത് പിന്നെ ചേട്ടാ, എനിക്കൊരു കാർഡ് മേടിച്ചിട്ട് വരുമോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാ. എനിക്ക് പേടിയാവുന്നു. അവളത് പറഞ്ഞ് തീരും മുമ്പേ അമ്മ റൂമിലേക്ക് വന്നു. എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന? ഡാ, നിനക്ക് ജോലിക്ക് പോകാൻ നേരമായില്ലേ? ആ സമയമായി, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നാ വലതും കഴിച്ചിട്ട് പോടാ, സമയം കളയണ്ട. അങ്ങനെ ഞാൻ അനിയത്തിയുടെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. നോക്കുമ്പോൾ അണ്ണൻ്റെ ബൈക്ക് അവിടെ കാണുന്നില്ല. അണ്ണൻ പോയി കാണും. അതാ തള്ള അകത്തേക്ക് കയറിയത്. തള്ളയും മോളും കൊള്ളാം, കണ്ടവന്മാർക്ക് കൊടുത്തിട്ട് നടക്കുക. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് പോകാൻ ഇറങ്ങി. വീടിൻ്റെ പടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ദാ വരുന്നു ഗോപാലേട്ടൻ. മോനെ, അമ്മയില്ലേ ഇവിടെ? ഗോപാലേട്ടൻ ചോദിച്ചു. ആ, അകത്തുണ്ട്. വിളിക്കണോ? ആ, ഒന്ന് വിളിച്ചേ. ഞാൻ അമ്മയെ വിളിച്ചു. എൻ്റെ വിളി കേട്ട് അമ്മ സിറ്റ് ഔട്ടിലേക്ക് വന്നു. പുറത്ത് നിൽക്കുന്ന ഗോപാലേട്ടനെ കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, എന്താ നീ പോകുന്നില്ലേ? സമയം 9 ആയല്ലോ. ആ, ഞാൻ പോവാ എന്നും പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. കൊള്ളാം, അമ്മയും മകളും ഞാൻ അറിയാതെ കാര്യങ്ങളെല്ലാം വെടിപ്പിൽ നടത്തുന്നുണ്ട്. ഞാനൊരു പോങ്ങൻ, ഒരു ചെറിയ വെടി പോലും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ആകെയുള്ളത് രാത്രിയുള്ള പരിപാടിയാണ്. അങ്ങനെ മനസ്സിൽ ഓരോന്നും സംസാരിച്ചുകൊണ്ട് ഞാൻ കടയിലെത്തി. പിന്നീടുള്ള കുറച്ച് മണിക്കൂറുകൾ ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. ഇവരിതൊക്കെ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം എനിക്ക് തന്നൂടെ? ഇനി ഞാനായിട്ട് ചോദിക്കാനായിട്ടാണോ? പല സ്ഥലങ്ങളിലും കേൾക്കുന്നത് പോലെ എനിക്കും എന്നാണാവോ ഇങ്ങനൊരു അവസരം. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ചെറുക്കന്മാരുടെ കൂടെ 2 പെൺകുട്ടികളും കൂടി കടയിലേക്ക് വന്നു. ആ പെൺകുട്ടികൾ ഷാർജ ഷേക്ക് ഓർഡർ ചെയ്ത് ചെറുക്കന്മാർ ലൈമും ഓർഡർ ചെയ്തു. ഞാൻ നോക്കുമ്പോൾ 5 ചെറുക്കന്മാരുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ 2 എണ്ണവും. ഇതിൽ ആരാരുടെയാണെന്നൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു എനിക്ക്. ആ 5 ചെറുക്കന്മാരും ആ 2 എണ്ണത്തിനെയും പറ്റാവുന്ന പോലെയൊക്കെ മുതലാക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അധികം നോക്കാനും പേടി. വല്ല പ്രശ്നവുമാകുമോ? അവർ ചെയ്തതും പറഞ്ഞതും ഒന്നും ഉണ്ടാകില്ല. ഞാൻ നോക്കുന്നതായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് നോക്കാൻ നിന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ പോയി. അപ്പോഴാണ് എനിക്ക് അനിയത്തിയുടെ കോൾ വന്നത്. ഹലോ ചേട്ടാ, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ? ഇല്ലടി, വാങ്ങിയിട്ടില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാം. ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. ചേട്ടൻ പെട്ടെന്നൊന്ന് വാങ്ങി ഉച്ചയ്ക്ക് വരാൻ പറ്റുമോ? ഓ, ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു. ഇപ്പം കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. എനിക്കൊന്നും ഉച്ചയ്ക്കോടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ചേട്ടാ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എനിക്ക് ആകെ പേടിയാവുന്നു. എന്തൊക്കെ പോലെ തോന്നുന്നു. അതുകൊണ്ടാ. അതിന് നീ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തു തരാനാ? ചുമ്മാ ഞാനത് ചോദിച്ചു. അത് ചേട്ടൻ അന്ന് അമ്മയുടെയും ആ ചേച്ചിയുടെയും നോക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിന് അതിന് നീ ഇപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ വേണമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ സെറ്റാക്കി തരാം. സെറ്റാക്കി തരാമെന്നോ? ആരെ സെറ്റാക്കി തരാമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അത് ചേട്ടൻ ആരെയാ വേണ്ടത്? ആദ്യം അത് പറ. ഒന്ന് പോടി, ഓരോന്ന് ചോദിക്കാതെ. ചേട്ടൻ പേടിക്കണ്ട, എനിക്ക് എല്ലാം അറിയാം. നിനക്ക് എന്തറിയാന്നാ നീ പറഞ്ഞു വരുന്നത്? അത് പിന്നെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോളാം കാർഡ്. ചേട്ടൻ ആരോടും പറയാതിരുന്നാൽ മതി. അയ്യടി, ഞാൻ പറയും. നിനക്കൊക്കെ എല്ലാം ആകാം. ഞാനിവിടെ തൂക്കിയിട്ട് നടക്കണം. ഇനി എന്തായാലും അത് പറ്റില്ല. എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്, അതും വാങ്ങി വീട്ടിലേക്ക് വാ. ബാക്കി ഞാൻ അപ്പോൾ പറയാം. ശരി, ഞാൻ വരാം.
അങ്ങനെ ഞാനൊരു കാർഡും വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന അണ്ണൻ്റെ ബൈക്കാണ്. അണ്ണൻ ഇവിടെ ഉണ്ടോ? ഇന്ന് പോയില്ലേ? അണ്ണൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണണമല്ലോ. ഞാൻ അവിടെയെല്ലാം നോക്കി, പക്ഷെ അമ്മയെ അവിടെയൊന്നും കണ്ടില്ല. ഞാൻ പതിയെ വീട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ട അനിയത്തി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു, എവിടെ? വാങ്ങിച്ചോ? താ. ഞാൻ പറഞ്ഞു, വാങ്ങിച്ചു. പക്ഷേ ഇത് തരണമെങ്കിൽ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ ഏട്ടാ, എനിക്ക് മനസ്സിലായി. അതൊക്കെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ പ്രശ്നം? അല്ല, നീ എന്തായാലും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അതിപ്പോൾ എത്ര പേർക്കാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ ഇതുവരെ നടന്നതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്നും അമ്മ അറിയില്ല. നീ വേണമെങ്കിൽ ഇനിയും അടിച്ചു പൊളിച്ച് നടന്നോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഒന്നും തലയിലാകാതെ നോക്കണം. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ കാര്യം പറ. നീ ഇത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എനിക്കും തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടും പറയില്ല. എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ ചെറു പുഞ്ചിരിയോടെ എൻ്റെ കയ്യിൽ നിന്നും കാർഡും വാങ്ങി അകത്തേക്ക് ഓടി. ആ കാഴ്ച കണ്ട് ഞാനാകെ നെട്ടി. ഇവൾക്ക് ഇതിനൊന്നും ഒരു കുഴപ്പവുമില്ലേ? ഞാനെന്തൊരു മണ്ടനാ! ഇതൊക്കെ കുറച്ച് നേരത്തെ നോക്കണമായിരുന്നു. അമ്മ എവിടെയെന്നറിയാൻ ഞാൻ അവിടെയെല്ലാം അമ്മയെ തിരക്കി. പക്ഷേ അമ്മ അവിടെയൊന്നും കാണുന്നില്ല. ഇനി അമ്മ കടയിലൊന്നും പോയതാണോ എന്നറിയാൻ ഞാൻ കടയിലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി. അവിടെ വന്നിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. എനിക്കൊരു സംശയം. അണ്ണൻ്റെ ബൈക്ക് മുറ്റത്തുണ്ട്. ചിലപ്പോൾ അമ്മ അവരുടെ അടുത്ത് വല്ലതും പോയതാണെങ്കിലോ? ഞാൻ പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കി. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. മുകളിലത്തെ ഞാൻ കണ്ടത് ഒരു ജനലിൻ്റെ ഗ്യാപ്പിലൂടെ അമ്മ എന്തോ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ അവിടെ തന്നെ ചുറ്റിലുമൊന്ന് നോക്കി. ഈ അമ്മ ഇതെന്തായി കാണിക്കുന്നത്? അവർ വല്ലതും കണ്ട മോശമല്ലേ? അമ്മയ്ക്കിതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? ഞാൻ ചെരുപ്പ് സ്റ്റെപ്പിലൂരി ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് കേട്ടതും അമ്മ നെട്ടി എന്നെ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടതും അമ്മ ആകെ വല്ലാണ്ടായി. അമ്മ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ സ്റ്റെപ്പിൽ നിന്നും എന്നെ തള്ളി മാറ്റി താഴേക്കിറങ്ങിപ്പോയി. എന്താ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നെന്നറിയാൻ ഞാൻ പതിയെ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. അമ്മ നോക്കിയ അതേ ഗ്യാപ്പിലൂടെ ഞാൻ നോക്കി. ആ കാഴ്ച കണ്ട് ഞാൻ നെട്ടിപ്പോയി. അണ്ണൻ വെച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദയയുമില്ലാത്ത മനുഷ്യൻ. മകൾ എന്തായാലും കോളേജ് കഴിഞ്ഞ് വന്നിട്ടില്ല. മിക്കവാറും ആ സമയം നോക്കി കടയിൽ നിന്നും വന്നതാകും. പെട്ടെന്ന് മകൾ വലതും കയറി വന്നാൽ തീർന്നു. കിട്ടിയ അവസരത്തിൽ ചിലതൊക്കെ മനസ്സിൽ പതിപ്പിച്ച് ഞാൻ താഴേക്കിറങ്ങി. ഞാൻ നേരെ അമ്മയെ തിരക്കി കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലെ ഒരു മൂലയിൽ അമ്മ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായി. എന്നെ കണ്ട അമ്മ തല താഴ്ത്തി. അമ്മ ഇതെന്ത് പണിയായി കാണിച്ചേ? ആ ചേച്ചിയോ മകളോ വല്ലതും കണ്ടിരുന്നെങ്കിലോ? ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അമ്മയ്ക്ക് തീരെ ബോധമില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഒന്നും മിണ്ടണ്ട, നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചോളൂ. ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു. ഡാ, ഞാൻ അവരുടെ കൂത്താട്ടം കാണാനൊന്നുമല്ല അങ്ങോട്ട് പോയത്. അവളെ ഒന്ന് കാണാൻ പോയതാ. വിളിച്ചിട്ട് വിളി കേൾക്കാതായപ്പോൾ ജനൽ വഴി ഒന്ന് നോക്കി, അത്ര തന്നെ. നീ ചുമ്മാത് ഓരോന്നും പറഞ്ഞു ഉണ്ടാക്കണ്ട, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ആ, എന്നിട്ടാണല്ലോ കണ്ണ് വെട്ടാതെ അവിടെ നോക്കി നിന്നത്. ആടാ, ഞാൻ നോക്കി നിൽക്കും. ഞാനും ഒരു പെണ്ണാണ്. നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് കാലം എത്രയായി? ഞാൻ ഇതുവരെ വല്ല ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടുണ്ടോ? എനിക്കുണ്ട് എല്ലാത്തിനും തുടിക്കുന്ന ഒരു മനസ്സ്. അത് നീ മനസ്സിലാക്കണം. അമ്മ പറഞ്ഞത് കേട്ട് എനിക്ക് ചെറിയ സങ്കടം തോന്നി. എന്താടാ, നിനക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? അതല്ലമ്മേ, ഞാൻ പിന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയാ അങ്ങനെയൊക്കെ പറഞ്ഞേ. മോനെ, നിനക്കൊക്കെ അതിനോടുള്ള ആഗ്രഹത്തേക്കാൾ എത്രയോ കൂടുതലാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്നറിയോ? അതിൻ്റെയൊക്കെ രുചി ഞാൻ അറിഞ്ഞതാ. ഒരു പ്രാവശ്യമെങ്കിലും ആ രുചി നീ അറിയണം, അപ്പോൾ നിനക്ക് മനസ്സിലാകും. അതും പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോയി. വേണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കുറ്റബോധം കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്നൊരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു.
എനിക്ക് മനസ്സിലായി അത് അണ്ണൻ്റെ ബൈക്കാണെന്ന്. ഞാൻ വേഗം കിച്ചണിൽ നിന്നും എഴുന്നേറ്റു. ബാക്കിലെ കതക് തുറന്ന് പുറത്തേക്ക് ഓടി. വീടിൻ്റെ സൈഡിൽ നിന്നും ഒളിഞ്ഞു മാറി ഞാൻ നോക്കി അമ്മ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. ദേഷ്യപ്പെട്ട് സങ്കടത്തോടെ പോയ അമ്മ ചിരിച്ച മുഖവുമായി സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു. കൊള്ളാം, ഇമോഷണലായി അഭിനയിച്ച് തള്ളയെന്നെ പറ്റിച്ചു. എന്തൊക്കെയായിരുന്നു ഡയലോഗുകൾ. ഞാനാണെങ്കിൽ അതിൽ വീണും പോയി. വരട്ടെ, ഇനി എന്തായാലും ഞാൻ വിടില്ല. അണ്ണൻ്റെ ഉലക്കയും കണ്ട് വീണു പോയിരിക്കുകയാണ് ആള്. ചേച്ചി മുകളിൽ നിന്ന് നോക്കുന്നത് കണ്ട് തന്നെ അണ്ണൻ വേഗം ബൈക്കെടുത്ത് പോയി. ചേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നത്? പിറകിൽ നിന്നും അനിയത്തി ചോദിച്ചു. ആ, അതൊക്കെ നീ വഴി അറിയും മോളെ. എന്തേട്ടാ, എന്താ പ്രശ്നം? അവൾ അതും പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് എത്തി നോക്കി. അമ്മയെ കണ്ട് അവൾ പറഞ്ഞു, ഓ, അപ്പോൾ ഇതാണോ പരിപാടി? എന്തു പരിപാടി? അല്ല, അമ്മയുടെ കാമുവിനെ പിടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഒന്ന് പോടി, ഞാൻ ചുമ്മാ നോക്കിയതാ. അത് ശരിയാ, വീടിൻ്റെ സൈഡിൽ ആരും കാണാതെന്ന് ഒളിഞ്ഞു നോക്കുന്നത് ചുമ്മയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ ചേട്ടൻ വേറെ ആരെങ്കിലോടും പറഞ്ഞോ? പക്ഷെ എന്നോട് പറയണ്ട. ചേട്ടനിപ്പോൾ എന്താ അറിയേണ്ടത്? അമ്മയെപ്പറ്റി അറിയണോ? എന്നാ കേട്ടോ, ചേട്ടനറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ ഇനി ചേട്ടൻ എന്നോടൊന്നും ചോദിക്കരുത്. അവൾ അത് പറഞ്ഞത് കേട്ട് ഞാനാകെ തളർന്നു. ചേട്ടനകത്തേക്ക് വാ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. അവൾ എന്നെയും കൊണ്ട് അകത്തേക്ക് കയറി. റൂമിലെത്തി അവൾ എന്നോട് പറഞ്ഞു, ഇത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന കാലമല്ല. കാലമൊക്കെ ആകെ മാറി. ഇപ്പോഴത്തെ ഓരോ സംഭവങ്ങൾ അറിഞ്ഞാൽ ചേട്ടൻ നെട്ടും. തൽക്കാലം ചേട്ടൻ അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കണ്ട. ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? ആഗ്രഹങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടാകും എന്ന് വെച്ച് എല്ലാം അങ്ങ് കയറി ആഗ്രഹിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഒരാഗ്രഹത്തിൽ മാത്രം ഒതുക്കണം. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തോന്നിയ പോലെയല്ല നടക്കുന്നത്. ചേട്ടാ, അമ്മയുടെ കാര്യം അമ്മ നോക്കിക്കോളും. ചേട്ടനതിൽ പോയി തലയിടണ്ട. കൂട്ടിനൊരാളില്ലാത്ത വേദന അമ്മയ്ക്ക് ഉണ്ടാകില്ലേ? എടി, അതിനൊരാളല്ലല്ലോ. വേണ്ട, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ല, എന്തായി, നീ ടെസ്റ്റ് ചെയ്തിട്ട്? ഏയ്, അതൊന്നുമില്ല. ഞാൻ ചുമ്മാ പേടിച്ചു. അത് വെറും ഛർദിലായിരുന്നു. അപ്പോൾ ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ. വീണ്ടും തുടങ്ങിയല്ലേ നിൻ്റെ കലാപരിപാടി? ഒന്ന് പോ ചേട്ടാ, കളിയാക്കാതെ. അല്ല, നിൻ്റെ ലവറിനെ വിളിച്ച് പറഞ്ഞില്ലേ ഈ സന്തോഷ വാർത്ത? ഇല്ല, അവനെന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. എന്നെ വേണ്ടാത്ത അവനെ എനിക്കും വേണ്ട. ആഹാ, അടിപൊളി. അപ്പോൾ നിൻ്റെ ബെസ്റ്റിയോ? ആ, അവനുണ്ട്. അവനാൾ പാവ. അവൻ അപ്പോഴേ പറഞ്ഞതാ പേടിക്കാനൊന്നുമില്ല, ഒന്നും ആയിട്ടില്ലെന്ന്. ആയാലിപ്പോൾ അവനെന്താ? അവനും മുങ്ങും. മറ്റവൻ മുങ്ങിയതില്ലേ, അതുപോലെ. ഇനി മേല ഇമാതിരി പണിക്കൊന്നും പോകരുത്. ഇനി ഇങ്ങനെ വല്ലതും അറിഞ്ഞാൽ ഞാൻ കോയമ്പത്തൂർക്ക് ചേട്ടനെ വിളിച്ച് പറയും. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ നന്നായിക്കോളാം. പിന്നെ ചേട്ടനെന്തോ പറഞ്ഞിരുന്നില്ലേ നേരത്തെ? അത് വേണമെങ്കിൽ നമുക്ക് നോക്കാട്ടോ. ഒന്ന് പോടി. അത് ഞാൻ ചുമ്മാ അപ്പോഴത്തെ ഒരിതിൽ പറഞ്ഞതാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും എനിക്കതൊക്കെ കുഴപ്പമാണ്. എൻ്റെ മനസ്സ് അതിനൊന്നും സമ്മതിക്കില്ല. ആഹാ, ഇപ്പോൾ ഇങ്ങനെയായോ? അവൾ ചോദിച്ചു. ആ, അങ്ങനെ മതി. നിന്നെപ്പോലെ അല്ല, എനിക്ക് രക്തബന്ധം തിരിച്ചറിയാൻ പറ്റും. നിന്നെപ്പോലെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളല്ല ഞാൻ. ഓ ശരി, കിടന്ന് ഒച്ച വെക്കണ്ട. രക്തബന്ധം വേണ്ടെങ്കിൽ വേണ്ട. രക്തബന്ധമല്ലാത്ത ഒരാളുണ്ടല്ലോ, അതെങ്ങനെ നോക്കുന്നുണ്ടോ? ആരെയാ നീ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചു. അല്ല, മുകളിലെ ചേച്ചി. അതാകുമ്പോൾ ചേട്ടനീ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആ, അതോ? അത് വേണം. അത് നീ ഒന്ന് സെറ്റാക്കി തരോടി. അയ്യടാ, അപ്പോൾ നിനക്ക് വേണമല്ലേ? എന്തായിരുന്നു ഒരു നന്മമരം കളിക്കൽ? എന്താടി ഇവിടെ പരിപാടി? അമ്മ അതും ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഏയ്, ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ ചുമ്മാ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായി, നിൻ്റെ ഛർദിലെല്ലാം മാറിയോ? ആ ഗുളിക പിന്നെ കുടിച്ചായിരുന്നോ? അമ്മ ചോദിച്ചു. ആ അമ്മേ, ഞാൻ കുടിച്ചായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. കുടിക്കാതിരിക്കണ്ട. ഇന്ന് തന്നെ കോളേജിൽ പോയിട്ടില്ല. നാളെയെങ്കിലും പോവാൻ നോക്ക്.
അമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. അത് കണ്ട ഞാൻ അവളോട് പറഞ്ഞു, ഡി ചേച്ചി ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും എനിക്കൊരു പേടി, ഞാൻ ചെന്ന് മുട്ടിയ പ്രശ്നമാകുമോ എന്ന്. നീ ഒന്ന് ശ്രമിച്ചിട്ട് എന്നോട് പറ. നോക്കട്ടെ, പറ്റുമോ എന്നറിയില്ല. പക്ഷേ കുറച്ച് ചില്ലറ തരേണ്ടി വരും. ഒന്ന് പോടി, നീ നേരത്തെ ഏറ്റതല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയോടും ചേട്ടനോടും എല്ലാം പറയുന്നതിൻ്റെ കാര്യം. അയ്യോ വേണ്ടേ, ഞാൻ നോക്കട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. അധികമൊന്നും സംസാരിക്കാത്ത ഞാനും അനിയത്തിയും ഇന്ന് ഇത്രയും സംസാരിക്കുന്നത് കണ്ട് അമ്മ ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വേഗം അവിടുന്ന് എൻ്റെ റൂമിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അവളോട് പതിയെ ചോദിച്ചു, എന്താടി വല്ല ഐഡിയയും കിട്ടിയോ? അമ്മ കാണാതെ അവൾ പറഞ്ഞു, ഇല്ലെന്ന്. ഞാൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ഓക്കെ ശരിയാക്കാം എന്നും പറഞ്ഞ് അവൾ കണ്ണടച്ച് കാണിച്ചു. അങ്ങനെ ആ രാത്രിയും കടന്നുപോയി. അടുത്ത ദിവസം കോളേജിൽ പോകാൻ ഒരുങ്ങിയ അനിയത്തിയുടെ അടുത്ത് പോയി ഞാൻ വീണ്ടും ചോദിച്ചു എന്തായെന്ന്. നീ ഒന്ന് പോക്കെ, പറയുമ്പോൾ തന്നെ സെറ്റാക്കി തരാൻ ഇത് മുട്ട പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചോ? അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്, ഞാൻ ശ്രമിക്കാം. ആ വെയിറ്റൊക്കെ ഞാൻ ചെയ്യാം. അതും പറഞ്ഞ് മോളധികം ഷോ ഇറക്കണ്ട. ഓഹ് ഓക്കെ, ഞാൻ പോകാം. ഞാൻ വന്നിട്ട് നോക്കാം. ചേട്ടൻ ജോലിക്ക് പോയിട്ട് വാ. അങ്ങനെ ഞാൻ എന്നത്തെയും പോലെ ജോലിക്ക് പോയി. അവൾ കോളേജിലേക്കും. മുറ്റത്ത് അണ്ണൻ്റെ ബൈക്ക് അപ്പോഴും കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ പാടും നോക്കിപ്പോയി. ഒരു 11 മണിയായപ്പോൾ അനിയത്തിയുടെ കോൾ വന്നു. ഞാൻ ആ കോൾ എടുത്തു. ഹലോ ചേട്ടാ, കടയിലാണോ? അവൾ ചോദിച്ചു. അതേടി, എന്തു പറ്റി ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാൻ? അല്ല ചേട്ടാ, ഞാൻ ആ ചേച്ചിയുടെ നമ്പർ ഒപ്പിച്ച് തന്നാൽ മതിയോ? ബാക്കി പിന്നെ ചേട്ടൻ നോക്കില്ലേ? ഒന്ന് പോടി, എനിക്കൊന്നും വേണ്ട നമ്പർ. ആ അണ്ണൻ വല്ലത് പറഞ്ഞാൽ എൻ്റെ കഥ തീർക്കും. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ, അവൾ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഏറ്റതല്ലേ, എന്തെങ്കിലും ചെയ്തതാ. ശരി, ഞാൻ നോക്കട്ടെ. ക്ലാസ് തുടങ്ങാൻ നേരമായി, ഞാൻ പോണ്. അവൾ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പോയി. അങ്ങനെ ആ ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അമ്മ ഒറ്റയ്ക്കിരുന്ന് ടി വി കാണുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു അവൾ എവിടെയെന്ന്. അവൾ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് അകത്തേക്ക് കയറിയിട്ടില്ല, പുറത്ത് നിൽക്കുന്നുണ്ടായി. അമ്മ പറഞ്ഞു, പുറത്തോ? എന്തിന്? ഞാൻ ചോദിച്ചു. അറിയില്ലടാ, ഞാൻ ചോദിച്ചപ്പോൾ ആ മുകളിലുള്ള പെണ്ണിനെ കാണാനാണെന്ന് പറഞ്ഞ് പോയേക്കാം. അതെന്തിനാ അവളെ കാണുന്നേ? എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്തോ കോഴ്സിനെ പറ്റി ചോദിക്കാനാണെന്നാ പറഞ്ഞേ. ഞാൻ വേഗം കയ്യിലുള്ള ഹെൽമെറ്റ് റൂമിൽ കൊണ്ടുവച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കി. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. ഇനി ഇവളെങ്ങാനും ചേച്ചിയെ കാണാൻ മേലേക്ക് കയറിയോ? ഞാൻ പതിയെ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് നടന്നു. സ്റ്റെപ്പ് കയറാൻ എനിക്കൊരു പേടി പോലെ തോന്നി. ഞാൻ സ്റ്റെപ്പ് കയറാതെ എൻ്റെ ബൈക്കിൽ വന്നിരുന്നു. എൻ്റെ ഫോണിൽ കുത്തിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് ആരോ ഗേറ്റ് കടന്ന് വരുന്ന പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മുകളിലുള്ള ചേച്ചിയുടെ മകൾ ക്ലാസ്സും കഴിഞ്ഞ് വരികയാണ്. 4 മണിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞതാ. ഓരോരുത്തരുമാരുടെ കൂടെ കറങ്ങി നടന്നിട്ട് ഇപ്പോൾ 5:30 മണി കഴിഞ്ഞു. എന്തായാലും കൊണ്ട് നടക്കുന്നവർക്ക് കൊള്ളാം. നല്ലോണം പിഴിഞ്ഞെടുത്ത് നല്ല വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൈക്കിലിരിക്കുന്ന എന്നെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മേലേക്ക് സ്റ്റെപ്പ് കയറി നടന്നു. ബൈക്കിലിരുന്ന് ഞാൻ ആ താളവും കുലുക്കവും ശരിക്കും അറിഞ്ഞു. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഇവളിതെവിടെ പോയി? ഇനി വേറെ വല്ലതും ഒപ്പിക്കാൻ പോയോ ഈശ്വര? ഡാ, അവളെവിടെ? അമ്മ എന്നോട് വിളിച്ചു ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇവിടെയെല്ലാം നോക്കി. നീ ഒന്ന് വിളിച്ചു നോക്ക്, ഇനി പുറത്ത് വല്ലതും പോയോ ആവോ? പുറത്തു പോകാനോ? ആരുടെ കൂടെ? അല്ലടാ, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലതും പോയി കാണും. കൊള്ളാൻ തള്ള. അതെങ്ങനെയാ? മത്തം കുത്തിയ കുമ്പളം മുളക്കോ? എന്താടാ നീ പറഞ്ഞത്? ഒന്നുമില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇല്ലെങ്കിൽ മകളിനി എന്നെക്കൊണ്ട് പുതിയ കാർഡ് വാങ്ങിപ്പിക്കും. ഞാൻ അതും പറഞ്ഞ് അവൾക്ക് കോൾ ചെയ്തു. ആദ്യ റിങ്ങിൽ തന്നെ അവൾ ബിസിയാക്കി. ഞാൻ വീണ്ടും വിളിച്ചു.
അപ്പോഴും ബിസിയാക്കിക്കൊണ്ട് മുകളിൽ നിന്നും അവൾ പറഞ്ഞു, ഏട്ടാ ഞാനിവിടെ ഉണ്ട്, ഇങ്ങനെ വിളിക്കണ്ട, ഇപ്പോൾ വരാമെന്ന്. അയ്യോ, ഇവൾ പണി തുടങ്ങിയോ? എന്തൊക്കെയാണെന്നാവോ അവൾ അവിടെ പോയി പറഞ്ഞത്. പണി പാളിയാൽ ആ അണ്ണൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിക്കൂട്ടേണ്ടി വരും. ഞാൻ മനസ്സിൽ പറഞ്ഞു. അല്ലടാ, അവളിതിൻ്റെ അങ്ങോട്ട് പോയത്? അവളങ്ങോട്ട് കയറാറില്ലല്ലോ. അവൾക്കിത് എന്തു പറ്റി? അമ്മ എന്നോട് ചോദിച്ചു. ആ അറിയില്ല, ചുമ്മാ ആ ചേച്ചി വല്ലതും അങ്ങോട്ട് വിളിച്ചു കാണും, അപ്പോൾ പോയതാവും. അതിനിപ്പോൾ എന്താ അമ്മേ, അമ്മയും പോവാറുള്ളതല്ലേ. ഞാൻ അമ്മയ്ക്കിട്ട് ഒരു താങ്ങ് കൊടുത്തു. അത് കേട്ട അമ്മ മുഖം ചുളിച്ച് എന്നെ ഒന്ന് നോക്കി. ഡാ, നീയത് മീരോട് വല്ലതും പറഞ്ഞോ? അമ്മ എന്നോട് ചോദിച്ചു. ഏയ് ഇല്ല, ഞാനോടും പറഞ്ഞിട്ടില്ല. എന്താ? അല്ലടാ, അവൾക്ക് 2 ദിവസമായി എന്തൊക്കെയോ മാറ്റമുള്ള പോലെയുണ്ട്. ആ എനിക്കൊന്നും അറിയാൻ പാടില്ല. അമ്മ ഇനിയൊന്നും അവളോട് ചോദിക്കാനും പോവണ്ട. ആ ഞാനെന്ത് ചോദിക്കാനാ? നീ വാ, ചായ കുടിക്കാം. അമ്മ എന്നെ അകത്തേക്ക് വിളിച്ചു. പക്ഷെ ഞാൻ അവിടെ തന്നെ നിന്നു. അമ്മ അപ്പോൾ അകത്തേക്ക് പോയി. ഷേ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഇനി ചേച്ചിയും മകളും പിടിച്ച് പഞ്ഞി കിട്ടോ? ഞാൻ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ കാത്തു നിന്നു. വാടാ, വന്ന് ചായ കുടിക്ക്, ഇല്ലെങ്കിൽ ചൂടാറും. അമ്മ അകത്ത് നിന്നും എന്നെ വിളിക്കാൻ തുടങ്ങി. ആ അമ്മേ, ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ഞാൻ പതിയെ അകത്തേക്ക് നടന്നു. ഇനി എന്തായാലും അവളെ കാത്തുനിന്നിട്ട് കാര്യമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അമ്മയുടെ ചമ്മൽ മാറാത്തത് കൊണ്ട് ചായ കുടിക്കുമ്പോഴൊന്നും അമ്മ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കെവിടെ ചായ എന്നും ചോദിച്ചുകൊണ്ട് അനിയത്തി കയറി വന്നു. ആ നീ എവിടെ പോയി കിടക്കാടി? ഞങ്ങൾ കുടിച്ചു. നിനക്ക് വേണമെങ്കിൽ കിച്ചണിലുണ്ട്, കുറച്ച് പഞ്ചസാരയിട്ട് കൊണ്ടുവാ, അമ്മ അവളോട് പറഞ്ഞു. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. കുറച്ച് നേരത്തിന് ശേഷം ഒരു ഗ്ലാസ് ചായയും കൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അമ്മ കാണാതെ അവിടെ നിന്ന് നോക്കി. പക്ഷേ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചായ കുടി കഴിഞ്ഞ് റൂമിലേക്ക് പോയിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നറിയാൻ എനിക്ക് ആകാംക്ഷ നിറഞ്ഞു. എന്നാൽ ചായ കുടി എല്ലാം കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന എൻ്റെ പ്രതീക്ഷ അവൾ ആകെ തെറ്റിച്ചു. എൻ്റെ അടുത്തേക്ക് വരാതെയായപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് നടന്നു. ഹാളിൽ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിലൂടെ അവളുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ റൂമിലേക്ക് തന്നെ മടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ വേഗം ഫോണെടുത്ത് അവൾക്ക് മെസ്സേജ് അയച്ചു. ഹലോ, എന്തായിടി, എന്തായി? മെസ്സേജ് കണ്ട അവൾ അപ്പോൾ തന്നെ റിപ്ലൈ തന്നു. എന്താവാൻ എന്നായിരുന്നു അവൾ അയച്ചത്. കൂടുതൽ ജാടയിടല്ലേ, മര്യാദക്ക് പറ, നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഓ അതാണോ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. അതെന്താടി, എന്തു പറ്റി? അത് ആ ചേച്ചി നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ ഓരോന്ന് സംസാരിച്ച് നോക്കി. അവസാനം ആ ചേച്ചി എന്നോട് എന്തൊക്കെയോ പറയുന്നു. അവൾ പറഞ്ഞു. എന്ത്? എനിക്കറിയാൻ പാടില്ല. ഉള്ള സമയം മൊത്തം എൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ചേച്ചി. അതെന്താടി, എന്തിലൂടെ പോയാലും നിനക്കാണല്ലോ ലോട്ടറി അടിക്കുന്നത്, ഞാൻ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. ചേച്ചിക്കിപ്പോൾ ആ ചേട്ടനെ മടുത്തു എന്ന് തോന്നുന്നത്. അയാളെപ്പറ്റി എന്ത് പറയുമ്പോഴും ഒരു പുച്ഛമുണ്ട് ആ മുഖത്ത്. എടി, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി അന്ന് എന്നോടും ഇതെല്ലാം പറഞ്ഞതാണെന്ന്. ഞാനന്ന് സെറ്റാക്കി വരുമ്പോഴാണ് അന്ന് അമ്മ വന്നത്. എന്തായാലും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഓഫ് എടി, അങ്ങനെ പറയല്ലേ. നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒന്ന് പോടാ അവിടുന്ന്. ആ ചേച്ചിക്ക് എന്നെയാ നോട്ടം. ഇനി ഞാൻ അങ്ങോട്ട് പോകുകയില്ല. എൻ്റെ മുടിയുടെ നീളം അറിയണം, പിന്നെ അത് അളന്ന് നോക്കണം, പിന്നെ എൻ്റെ വെയിറ്റ് അറിയണം. എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രി എന്താ ഉടുത്തുടങ്ങാറെന്നറിയണം. ആഹാ, അടിപൊളി. അപ്പോൾ ആള് മറ്റേതാണല്ലേ? ഞാൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, നീ പോയി ചോദിച്ചു നോക്ക്. ആടി, ഞാൻ തന്നെ പോയി ചോദിക്കാം. എന്നിട്ട് വേണം ആ തടിമാടൻ എന്നെ എടുത്ത് പഞ്ഞിക്കിടാൻ. ആഹാ, അപ്പോൾ ചേട്ടൻ കൊള്ളാലോ. അപ്പോൾ എന്നെ ഇടിച്ചോട്ടെ എന്ന്.
ഞാനില്ല നിൻ്റെ ഈ നടക്കാത്ത ആഗ്രഹം നടത്തിത്തരാൻ. അല്ലടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ആ സൈക്കോ അല്ലാതെ? അതല്ലടി, അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. അതൊക്കെ ഒരു മുതല കിട്ടിയ എൻ്റെ ഭാഗ്യമാണ് മോളെ. ഞങ്ങൾക്കൊക്കെ ഇല്ലാത്തത് എന്താണെന്നാവോ അവർക്കുള്ളത്, അവൾ ചോദിച്ചു. ഒന്ന് പോടി അവിടെ നിന്ന്. ഡി, നീ ഒന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് നേരിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ പറഞ്ഞു. ഓ പിന്നെ എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാനിവിടെ കിടക്കുക. എടി അതല്ല, അമ്മയുണ്ടവിടെ, ഞാനിപ്പോൾ അങ്ങോട്ട് എങ്ങനെ വരും? അതിനെന്താ, നീ സാധാരണ വരുന്നതല്ലേ? ആടി അതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? അതൊക്കെ ഞാൻ പിന്നെ പറയാടി. അല്ല, നീ കുറേ നേരം ആ ചേച്ചിയുടെ അടുത്ത് നിന്നില്ലേ, വേറെ എന്താ നിങ്ങൾ സംസാരിച്ചത്? ഞാൻ ചോദിച്ചു. ഓ ഒലക്ക, നീ ഒന്ന് വെച്ചിട്ട് പോക്കേ, എനിക്കിവിടെ വേറെ പരിപാടിയുണ്ട്. നിനക്കിപ്പോൾ എന്താ പരിപാടി? എടി, നീ വീണ്ടും തുടങ്ങിയോ? ഞാൻ ചോദിച്ചു. പിന്നെ തുടങ്ങാതെ, ആകെയുള്ള ഒരു നേരം പോക്കല്ലേ ഇതൊക്കെ. ഹോ, നിന്നെ സമ്മതിക്കണം, നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഓ അതിനിപ്പോൾ എന്താ, നമ്മുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കുടുംബമായി കുട്ടികളായി ആകെ ബോറാകും. ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ തന്നെയാ. അമ്മ അറിയണ്ട, അമ്മ അറിഞ്ഞാൽ നിന്നെ കെട്ടിത്തൂക്കും. ഓ പിന്നെ അമ്മയുടെ എല്ലാ കള്ളക്കളിയും എനിക്കറിയാം. പിന്നെ എന്നെ വിരുദ്ധം പറഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് തുറന്നു പറയും. അമ്മയ്ക്ക് കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഞാൻ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, ചേട്ടൻ ഇപ്പോൾ അറിയണ്ട. പറയടി, എനിക്കറിയണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ നിൻ്റെ ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കില്ല. ഓ ശരി, പറയാം. ആ ഗോപാലേട്ടനൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണെന്നാ ചേട്ടൻ വിചാരിച്ചത്? അതുപോട്ടെ, ആ ശോഭേച്ചിയുടെ ഭർത്താവ് ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നതും മീൻ വാങ്ങി കൊണ്ടുവരുന്നതും എന്തിനാണെന്നാ ചേട്ടൻ കരുതിയിരിക്കുന്നത്? എന്തിനാടി? ഓ ചൂണ്ടയിടാൻ. ഒന്ന് പോട ചെക്ക, നിന്നൊക്കെ എന്തിനു കൊള്ളാം, സ്വന്തം വീട്ടിൽ എന്താ നടക്കുന്നെന്ന് പോലും അറിയാത്തവൻ. അല്ലടി, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ നീ നേരം വെളുത്താൽ പോവല്ലേ, പിന്നെ ഒന്നും നീ അറിയുന്നില്ലല്ലോ. എനിക്കിടക്ക് ക്ലാസ് ഇല്ലാതെ ആകുമ്പോഴൊക്കെ ഞാനെല്ലാം അറിയുന്നുണ്ട്. പിന്നെ ആ ഗോപാലേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് പണ്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രാജേട്ടൻ, അതും സ്വന്തം അനിയത്തിയുടെ ഭർത്താവുമായി. നിനക്കല്ലേടാ രക്തബന്ധം പ്രശ്നം, അവർക്കൊന്നും ആ ബന്ധമില്ല മോനെ, അവൾ പറഞ്ഞു. അല്ലടി, അമ്മയ്ക്ക് ശോഭേച്ചി അറിയുമോ എന്ന് ഒരു പേടിയില്ലേ? അല്ല, ഇതിനി ശോഭേച്ചിക്കും അറിയുമോ? എനിക്കറിയില്ല. അല്ല, ഇത് നീ എങ്ങനെ കണ്ടു? അതും ഇനിയിപ്പോൾ പറയണോ? പറ, ഞാനൊന്ന് കേൾക്കട്ടേടി. എനിക്ക് വയ്യ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ. നാളെ അമ്മ ഇല്ലാത്തപ്പോൾ നേരിട്ട് വന്ന് പറഞ്ഞു തരാം. അത് വേണ്ട, നീ ഇപ്പോൾ പറ, ഞാൻ കോൾ ചെയ്യാം. വേണ്ട, അമ്മ കേൾക്കും. ഒന്ന് പോടി, കണ്ട ചെക്കന്മാരുടെ സൊല്ലാൻ നിനക്ക് കുഴപ്പമില്ല, സ്വന്തം ചേട്ടനോടൊന്ന് സംസാരിക്കാൻ നിനക്ക് വയ്യല്ലേ? അത് പിന്നെ ആ സൊള്ളലും ഈ സൊള്ളലും വ്യത്യാസമുണ്ട് മോനെ. ഡി മഹാഭാവി, നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞോളാട്ടോ. ഡി, ഞാൻ വിളിക്കാം, നീ പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഓ ശരി, എന്നാ വിളിക്ക്. അമ്മ സീരിയലിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗം അവൾക്ക് കോൾ ചെയ്തു. ഹലോ, പറയടി, എന്താ നീ കണ്ടത്? അതിപ്പോൾ എങ്ങനെയൊന്ന് പറയാ, ഒന്ന് വേഗം പറയടി. ഓ, സ്വന്തം അമ്മയുടെ കാര്യം കേൾക്കാൻ മോൻ്റെ ഒരു തിടുക്കം കണ്ടല്ലേ? ഓ വേഗം ഒന്ന് പറഞ്ഞ് തൊലക്കടി. അത് പണ്ട് നമ്മൾ ശോഭേച്ചിയുടെ വീട്ടിൽ പോയില്ലേ, ശോഭേച്ചി ഗർഭിണിയായപ്പോൾ? അത് അച്ഛനുള്ളപ്പോൾ അല്ലേടി? ആടാ, അന്ന് തുടങ്ങിയതാ, നീ കേക്ക്. അപ്പോൾ അമ്മ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോടി? എനിക്കറിയാൻ പാടില്ല, നീ കേക്ക്. പറ. അന്ന് നിങ്ങൾ എല്ലാവരും കൂടി സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയില്ലേ, അന്ന് ഞാനും അമ്മയും വന്നില്ലല്ലോ, ഞങ്ങൾ ശോഭയ്ക്ക് കൂട്ടിരുന്നില്ലേ? പക്ഷെ അന്ന് രാജേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ കൊണ്ട് പോയത് രാജേട്ടനല്ലായിരുന്നോ? പക്ഷെ രാജേട്ടൻ കളി കാണാൻ ഉണ്ടായിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇല്ലെന്ന് തോന്നുന്നു.
ആരോ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോയിരുന്നു. ഞാൻ പറഞ്ഞു. ആ വരവേ രാജേട്ടൻ നേരെ വന്നത് വീട്ടിലേക്ക് തന്നെയാ. ഏ എന്നിട്ട് അപ്പോൾ നീയും ശോഭേച്ചിയും അവിടെ ഇല്ലായിരുന്നോ? ആ സമയം ശോഭേച്ച് വയ്യാതെ കിടപ്പിലല്ലേ. എന്നിട്ടെന്താ? രാജേട്ടൻ വന്ന് പറഞ്ഞു ആരോ വിളിച്ചെന്നും അവനെ കാണാൻ വന്നതാണെന്നും ഇനിയിപ്പോൾ സ്റ്റേഡിയം വരെ പോകാൻ വയ്യെന്നും പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. അങ്ങനെ ശോഭേച്ചി ഉറങ്ങിയപ്പോൾ രാജേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, ടീ വെച്ച് തരാം, പുതിയ സിനിമയുണ്ട്, കണ്ടോ എന്ന്. അങ്ങനെ ഞാനൊരു സിനിമയും കണ്ട് അവിടെ ഇരുന്നു. അന്ന് CD കാസറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കാസറ്റ് സ്റ്റക്കായി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആരുടെയും ഒരു സൗണ്ടില്ല. ഞാൻ കാസറ്റ് ശരിയാക്കി തരാൻ രാജേട്ടനോട് പറയാൻ രാജേട്ടൻ്റെ റൂമിൽ പോയി നോക്കി. പക്ഷെ അവിടെയൊന്നും രാജേട്ടനെ ഞാൻ കണ്ടില്ല. ശോഭേച്ചിയെ നോക്കിയപ്പോൾ ശോഭേച്ചി നല്ല ഉറക്കവും. അപ്പോൾ അമ്മ ഇല്ലായിരുന്നോ ശോഭേച്ചിയുടെ അടുത്ത്? ഞാൻ ചോദിച്ചു. അവിടെ കിടക്കുന്നുണ്ടായി ശോഭേച്ചിയുടെ അടുത്ത്. പക്ഷേ ഞാൻ പിന്നീട് പോയി നോക്കിയപ്പോൾ അമ്മയെയും അവിടെ കാണുന്നില്ല. എന്നിട്ട് നീ എവിടെന്നാ അവരെ കണ്ടത്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ കിച്ചണിൽ പോയി നോക്കി. പക്ഷെ അവിടെയും കണ്ടില്ല. പക്ഷേ കിച്ചണിലെ കതക് തുറന്നു കിടക്കുന്നുണ്ട്. ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. അല്ല, അപ്പോൾ നീ അമ്മയെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല, ശോഭേച്ചി ഉറങ്ങല്ലേ, ഉണർത്തണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതെ അവരെ തിരഞ്ഞു. അവസാനം ആ കിച്ചൻ്റെ ബാക്കിലായി ഒരു വിറക് പുരയില്ലേ, കുറേ തേങ്ങകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന? ഉണ്ടല്ലോ. അവിടെ ഉണ്ടായിരുന്നു 2 പേരും. 2 പേരുമോ? എന്തായിരുന്നു പരിപാടി? ഞാൻ ചോദിച്ചു. ഇനി അതും ഞാൻ പറഞ്ഞു തരണോ ചേട്ടന്? പറയടി, ഒന്ന് കേൾക്കട്ടെ. ഒന്ന് പോടാ, നിനക്കിനി അത് കേട്ടിട്ട് വേണം ഒന്ന് വിടാൻ, അല്ലേടാ? അയ്യേ, അതൊന്നുമില്ല, ഒന്നറിയാൻ വേണ്ടിയാടി. അങ്ങനെ ഇപ്പോൾ എൻ്റെ മോൻ അറിയണ്ട, എല്ലാവരും ചെയ്യുന്നതൊക്കെയാ അവരും ചെയ്തത്. എന്നാലും ഇതെങ്ങനെ ഒപ്പിക്കുന്നു? അല്ല, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാൻ, കുറച്ചൊക്കെ ഞാൻ നോക്കി നിന്നു. അപ്പോൾ നിന്നെ അവർ കണ്ടില്ലേടി? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർക്കെന്നെ നോക്കാനല്ലേ നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെയുണ്ട് 2 പേരും പൊടിയെല്ലാം തട്ടി വരുന്നു. ഞാൻ ഒന്നും അറിയാത്ത പോലെ നിന്നു. ഇനി ഞാനായിട്ട് ഒരു കുടുംബം കലക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും അന്ന് അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ നിങ്ങളുടെ കൂടെ കളി കാണാൻ വന്നതല്ലേ? ശരിയാടി. പക്ഷേ അന്ന് അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും അമ്മ ഇതെന്ത് പണിയാ കാണിച്ചേ? നീ ഇപ്പോൾ ഇത് ചോദിക്കും പറയൊന്നും വേണ്ട. 2 ദിവസം മുമ്പ് വരെ രാജേട്ടൻ വന്ന് പോയിരുന്നു. അപ്പോൾ ഗോപാലേട്ടനോ? അത് വല്ലതും നീ കണ്ടിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ചേട്ടനിതൊക്കെ നേരത്തെ കാണുകയാണെങ്കിൽ എപ്പോഴേ എന്നെപ്പോലെ ആയാനേ. എന്നാലും തള്ള, ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ആ അണ്ണൻ്റെ പുറകെയാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ. അന്നൊരു ദിവസം അവരുടെ റൂമിൽ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്തായിരുന്നു അഭിനയം തള്ളയുടെ? പിന്നെ ചേട്ടനിത് ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പോകണ്ട. നമ്മളിതിൽ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി ചേട്ടന് വേണ്ടതൊക്കെ ചേട്ടനും നോക്ക്, അവൾ പറഞ്ഞു. ഒന്ന് പോടി, ഞാൻ നിങ്ങളെപ്പോലെയൊന്നുമല്ല. എന്നെ തിരഞ്ഞ് ആരും ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് ബീഹാറിൽ നിന്നും വരും. നീ സമാധാനപ്പെട്, നിനക്ക് ഞാനൊന്നും സെറ്റാക്കി തരാടാ. എപ്പോ? ഞാൻ ചത്തിട്ടോ? അല്ലെങ്കിലും നിനക്ക് നമ്മളെയൊന്നും പറ്റില്ലല്ലോ. നിനക്ക് കിളവികളോടല്ല ഇഷ്ടം, അവൾ പറഞ്ഞു. ഡി, ഒന്നും മിണ്ടാതിരുന്നോ, മനുഷ്യൻ്റെ കിളി പോയിരിക്കുക. ഞാൻ വല്ലതും പറയും. എന്നാ നീ പറയടാ, ഞാനൊന്ന് കേൾക്കട്ടെ. നിൻ്റെ കയ്യിൽ എത്ര വെടിക്കുള്ള ഉണ്ടെന്ന്? അങ്ങനെയാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്. എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.